ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ലഞ്ച് കോംബോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് വേറൊരാൾ കൂടി ഉണ്ട് കേട്ടോ. ഞാനൊരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചതാണ്. ഹായ് എവരിബഡി. പറയ്, എന്താ ചെയ്യണേ? അത് അരി വയ്ക്കാൻ പോവല്ലേ? ചോറില് കുക്കറിൽ ആസ് യൂഷ്വൽ ഞാൻ കുക്കറിലാണ് ചോറ് വെക്കാറ്. കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ആളെ ഞങ്ങളുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറ് കുക്കറിൽ വെക്കാൻ പറ്റും. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യണത് തന്നെയാണ്. അപ്പോൾ അത് അവിടെ കിടന്ന് റെഡി ആവട്ടെ. അതായത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വിസിലിങ്ങനെ വരാറാവുമ്പോൾ സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ്, അതാണ് എൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വയ്ക്കേണ്ടത്, അത് വെള്ളയപ്പത്തിന് ആട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഇട്ടില്ലെങ്കിൽ മറന്നു പോകും. അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഞങ്ങൾ 2 ഉള്ളൂവെങ്കിലും ഇപ്പൊ ഈ 2 3 മൂന്നാള്. വേറെ 2 മക്കളൂടെ ഉണ്ട്. അവര് ഒരാള് ബാംഗ്ലൂരും ഒരാള് തിരുവനന്തപുരത്തുമാണ്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞാവയുണ്ട്. മിസ് യു ആൻഡ് ലവ് യു ഓൾ. അതിൻ്റെ ഇടയിൽ ഒന്ന് പറയാൻ കേട്ടോ. ഓക്കെ, ഏതായാലും ഞാനിപ്പോൾ പറയണതേ, ഈ വെജിറ്റബിൾ കട്ടർ യൂസ് ചെയ്യുമ്പോൾ ഈ ബ്ലേഡ് നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. പുതിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടണ്ടെന്നുള്ളത് സത്യമാണ്. അതിനു മുമ്പ് കിട്ടാറില്ല എന്നല്ല, കിട്ടാറുണ്ട്. പക്ഷേ എന്നാലും ഇതിപ്പോ ഒരു മോഡിഫിക്കേഷനൊക്കെ വന്ന് ഫുഡിന്റെ മൊത്തം. ഓക്കെ, അപ്പോൾ ഞാൻ ബീൻസും ക്യാരറ്റും കൂടി ഇതിലിട്ട് ചെറുതായിട്ടൊന്ന്, ഇപ്പോൾ എനിക്ക് കുറച്ച് മടിയുള്ള സമയത്തൊക്കെ ഞാൻ പെട്ടെന്ന് ഇതിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഈ ചോപ്പറിൽ വെച്ച് നമ്മൾ ചോപ്പ് ചെയ്യണ സമയത്ത് ഈ കട്ടിംഗ് ബോർഡ് ഇങ്ങനെ വെച്ചിട്ട് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് ചോപ്പറിൽ ഇത് കുടുങ്ങി പോയിട്ടുണ്ട്. എന്നാലും ഇത് കറങ്ങി വരില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബ്ലേഡിൻ്റെ ഇടയിൽ വെജിറ്റബിൾസ് ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ കറങ്ങി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കട്ടിംഗ് ബോർഡിൻ്റെ താഴെ കോട്ടൺ ടർക്കി വിരിച്ചിട്ട് അതിൽ കട്ടിംഗ് ബോർഡ് വെക്കുക. അതിനുശേഷം ഇതുപോലുള്ള ചോപ്പർ ഏതായാലും യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ തെന്നി പോകാതെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓരോ വലിപ്പത്തിലുള്ള ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്യാം. ഇപ്പോൾ ബീൻസുമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ചോപ്പ് ചെയ്താൽ അതിങ്ങനെ അരഞ്ഞ പോലെയാവും. ഇത്രയും മതി. ഗാർഡനിങ് ഷെഫിന്റെ വ്യൂവേഴ്സൊക്കെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടെന്ന് വിചാരിക്കണം. ഏതായാലും നിങ്ങളുടെ കമന്റ്, വിലയേറിയ കമന്റുകളൊന്നും കാണാറില്ലല്ലോ, വളരെ അപൂർവമാണ്. കമൻറ്റ് ബോക്സ് അങ്ങനെ അധികം ഓപ്പൺ ആവാറില്ല, കമൻസ് ഒന്നും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഈ ഒരു റെസിപ്പി, ഇതൊന്നും അത്ര വലിയ റെസിപ്പീസൊന്നുമല്ല എങ്കിലും വീഡിയോസിൻ്റെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് എല്ലാം. സിമ്പിളാണ്, ഹമ്പിളാണ്, പിന്നെ ഹെൽത്തിയാണ്. ഓയിലൊക്കെ വളരെ കുറച്ചിട്ടുള്ള പ്രിപ്പറേഷനേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ചീര, അതുപോലെ കുടപ്പൻ, ഇത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടുള്ള ഒരു തോരനാണ് ഇന്ന് റെഡിയാക്കണത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് വെണ്ടയ്ക്ക. ഈ വെണ്ടയ്ക്ക നമ്മൾ കട്ട് ചെയ്ത് ഉടനെ ഉപ്പേരിയാക്കുമ്പോൾ അതിലൊരു വഴുവഴുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് 2 ദിവസം ഫ്രിഡ്ജിൽ തുറന്ന് വയ്ക്കുക, അടച്ചു വയ്ക്കരുത്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ പിന്നെ ഫ്രൈ ചെയ്യാനാണെങ്കിലും നല്ല എളുപ്പമാണ് കേട്ടോ. വെളിച്ചെണ്ണയിലേക്കിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഗ്യാസ് ഓണാക്കി പാൻ വെക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, അത് മതി. കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ, കടുക് പൊട്ടിക്കാൻ നേരത്ത് എനിക്കിങ്ങനെ കിച്ചണിൽ ഇങ്ങനെ തെറിക്കണത് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് അടച്ചു വെച്ചതാണ്. സവാള ചേർത്ത് കൊടുക്കുക. വാഴക്കൂമ്പ് എന്നൊക്കെ പറയില്ല ഈ കുടപ്പൻ, അത് സംഗതി ടേസ്റ്റിയാണ് കേട്ടോ. ടേസ്റ്റിയാണ്, ഒപ്പം ആരോഗ്യത്തിന് നല്ലതുമാണ്. അതെ, അപ്പോൾ അതിനുശേഷം സവാള ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടൊന്നും വഴണ്ടി വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ചതച്ച മുളകാണ് എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഇഷ്ടം, അപ്പോൾ അത് ഇത്തിരി കൂടുതൽ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ചീരയിലേക്ക് മഞ്ഞളിട്ട കഴിക്കും എന്ന് പറയാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഓയിലൊക്കെ വളരെ കുറച്ചാണ്. പക്ഷേ ഈ ഫ്രൈങ് പാനിലൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും ഓയിലും മതി കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ് ഇട്ട് കൊടുക്കുക.
അതിനാണല്ലോ കുറച്ച് വേവുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതാദ്യം ചേർത്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം ചീരയും കുടപ്പനും കൂടി അരിഞ്ഞ് വെച്ചതിട്ട് കൊടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സവാളനെ അടിയിൽ കിടന്ന് കരിയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇനി ഇതിന് ശേഷം ചീര ഇട്ട് കൊടുക്കുക. ചീരയും കുടപ്പനും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെണ്ടയ്ക്ക കഴിക്കുന്ന സമയത്ത് ഇതിൽ വെണ്ടയ്ക്ക ചേർത്തിട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. ഒട്ടും വഴുവഴുപ്പൊന്നും ഇല്ലാണ്ട് റെഡി ആക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് നിരത്തിയിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെക്കാം. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്, അത് ആവിയിൽ തന്നെ കിടന്ന് വെന്തോളും. ഈ സമയം കൊണ്ട് ഞാനൊരു വേറൊരു പാനിൽ വെള്ളം വെച്ചിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, സവോള അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മത്തങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത മത്തങ്ങ. ഇതിപ്പോൾ ഒരു ഒഴിച്ച് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചോറിനൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു കറി. ആവശ്യത്തിന് മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പച്ചക്കറിയൊക്കെ അങ്ങനെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഓയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീസറിൽ തേങ്ങ ചിരവി വെക്കണത് കൊണ്ട് തന്നെ ഇത്തിരി കട്ടയായിട്ടാണ് അത് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ച് ഒന്ന് ആവി കയറുമ്പോഴേക്കും റെഡിയായി വരും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ കറിവേപ്പില എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു, പക്ഷെ പെട്ടെന്ന് മഴ വന്നു. അപ്പോൾ ഞാൻ കറിവേപ്പില എടുക്കാനായിട്ട് പോയില്ല. പച്ചക്കറികളൊക്കെ വേകുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി, ജീരകം. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. അപ്പോൾ എനിക്കിപ്പോൾ വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് കുറച്ചുകൂടി ഇഷ്ടം, അതുകൊണ്ട് അതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഈ സമയത്ത് ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, തോരൻ റെഡി ആയിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു ഭാഗത്തേക്ക് വെക്കാം. നമ്മൾ 2-3 ഐറ്റംസ് ഒന്നിച്ച് ചേർത്ത് ആണല്ലോ അങ്ങനെ തോരനാക്കണത്. അപ്പോൾ അതൊന്നങ്ങ് എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി വെക്കാം. അപ്പോൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി തോരൻ റെഡി. ഈ സമയത്ത് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ ഫിഷ് ഇടുന്ന സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി, ഇങ്ങനെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നല്ല ഫ്ലെയിമിൽ ഫിഷ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതൊക്കെ ആണെങ്കിലും തിരിച്ചിടാനൊക്കെ പെട്ടെന്ന് എളുപ്പമായി കിട്ടും. പിന്നെ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മളിങ്ങനെ ഈ മൂടിപ്പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് വെക്കാതെ ഇതുപോലെ റിങ്ങിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ടോപ്പിലൊന്നും വെള്ളം വീണ് വൃത്തിയാടാതിരിക്കും. ഇപ്പോൾ ഫിഷിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. അതുപോലെ മറിച്ചിടുന്ന ചട്ടകമൊക്കെ നമ്മൾ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് വെക്കുക. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് എപ്പോഴും ഓയിലൊന്നും ആകാതെ നീറ്റായിട്ടിരുന്നോളും. അതിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിരുന്നു കേട്ടോ ഇതിനിടയിൽ. ഒന്നും കൂടി റെഡി ആവട്ടെ. കറിക്കുള്ള മത്തങ്ങ എല്ലാ പീസും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ടൊമാറ്റോന് അത്യാവശ്യം പുളിയൊക്കെ ഉള്ളതുകൊണ്ട് അഡീഷണൽ പുളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി പുളി പിഴിഞ്ഞൊഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പുളി ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. അരപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ ഇങ്ങനെ കഴുകിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ.
അരിപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയുടെ ജാർ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്കൊരു തിക്നെസ്സും കിട്ടും, നല്ലൊരു ബൈൻഡിങ്ങും കിട്ടും. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന ഒരു സ്റ്റേജിൽ ഓഫാക്കുക. ഉപ്പ് കറക്റ്റാണോ നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് തിളപ്പിക്കണ്ട. ഇങ്ങനെ തേങ്ങ ചേർത്ത് അരക്കണ കറികളൊക്കെ ഒരുപാട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി വേണം. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത്രയും മതി. ഗ്യാസ് ഓഫാക്കുക. ഫിഷും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫിഷ് ഞാൻ എടുത്ത് മാറ്റുകയാണ്. ലാഗ് ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്തും ഇതുപോലെ ഒരു പാത്രം വെച്ച് ക്ലോസ് വെക്കുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലും ഒക്കെ തെറിക്കാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതില്ലെങ്കിൽ ആകെ പൊട്ടിത്തെറിച്ച് എല്ലായിടത്തും വൃത്തികേടാകാതെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. അതുപോലെ 2-3 ചെറിയ പീസ് കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് അതവിടെ ഇതേ പ്രോസസ്സിൽ തന്നെ അടച്ച് വെച്ച് റെഡിയാക്കി എടുക്കാം. ഒരു പ്രാവശ്യം നമ്മൾ മഞ്ഞൾ ഇട്ടിട്ട് പിന്നെ രണ്ടാമത്തെ ട്രിപ്പിലൊന്നും മഞ്ഞളിട്ടില്ലെങ്കിലും ചട്ടിയിൽ പിടിക്കാതെ തന്നെ കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ കറിക്ക് തളിച്ചൊഴിക്കുമ്പോൾ കടുക് ചെറിയ ഉള്ളിയുടെ കൂടെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ വറ്റൽമുളക് ഫുള്ളായിട്ട് ഇടുന്നതിനെക്കാട്ടിലും ഇതുപോലെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കളറും കിട്ടും. താളിച്ച് കറിയിലേക്ക് ഒഴിക്കുക. മുഴുവനായിട്ടും കറിയിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും. അതുപോലെ എല്ലാ കുക്കിങ്ങും കഴിഞ്ഞതിന് ശേഷം ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പീസ് ക്ലോത്ത് വെച്ച് ഓയിൽ തെറിച്ചതൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഗ്യാസ് സ്റ്റോപ്പിൻ്റെ എല്ലാ ഭാഗത്തും. കിച്ചണും ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ആയി കിടക്കാനുള്ള കുറച്ച് ടിപ്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ഓയിൽ തെറിച്ച ഭാഗത്തു നിന്നെല്ലാം തുടച്ചെടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് സ്മെല്ലും വരും. അതിലിങ്ങനെ ഓയിൽ പെട്ടെന്ന് ഒട്ടി അങ്ങനെ പിടിച്ചിരിക്കുകയും ചെയ്യും, കിട്ടാതിരിക്കും. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു സിമ്പിൾ ലഞ്ച് കോംബോ ആണ്. ലഞ്ച് ഐഡിയാസൊക്കെ നോക്കി ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സവാള വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചോറും ഇതിനിടയിൽ വാർത്ത് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, കുക്കറിൽ നല്ല പെർഫെക്റ്റായിട്ട് ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ചെയ്യാറുണ്ടാവുമായിരിക്കും, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഫിഷ് ഫ്രൈയുടെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് ഓണിയൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സിമ്പിൾ ആൻഡ് ഈസി ലഞ്ച് മെനു. അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. റെഡിയാക്കി വെച്ച ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, തോരൻ, ഹെൽത്തി തോരൻ എന്ന് തന്നെ പറയാം. തോരൻ വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ ഒഴിച്ച് കറി, മത്തങ്ങ ടൊമാറ്റോ ഒഴിച്ച് കറി, അതും ഒഴിച്ച് കൊടുത്തു.
ഫിഷ് ഫ്രൈ വിത്ത് ഒണിയൻ റിങ്സ്. അച്ചാറുണ്ടായിരുന്നു കേട്ടോ, അച്ചാർ വയ്ക്കാൻ ഞാൻ മറന്നുപോയി. ഇത് നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം, ഹോം മെയ്ഡാണ്. അതും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ വെള്ളം. അപ്പോൾ ഈ കോമ്പിനേഷൻസൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.